പാലക്കാട് റെയിൽവേ ട്രാക്കിൽ മണ്ണിടിച്ചിൽ ഷൊർണൂരിൽ ട്രെയിനുകൾ പിടിച്ചിട്ടിരിക്കുകയാണ്. ശ്രീകുമാരൻ പാലക്കാടും ചേരുന്നതിന് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീത്ത്, ഇത് കൃത്യമായി എവിടെയാണ് ഈ മണ്ണിടിഞ്ഞത്? നേരത്തെ ഈ അകമലയൊക്കെ ആ ഭാഗത്ത് തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നു. ദൃശ്യങ്ങളിൽ നിന്നും അതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ട്രെയിനുകൾ ഷൊർണൂരിലാണ് പിടിച്ചിട്ടിരിക്കുന്നത്. ഏതൊക്കെ ട്രെയിനുകൾ വൈകും എന്നൊക്കെ ഇപ്പോൾ റെയിൽവേ അറിയിക്കുന്നുണ്ടോ? തീർച്ചയായും ഇപ്പോൾ 2 മണിക്കൂറായി നിലവിൽ പിടിച്ചിട്ടിരിക്കുന്ന ട്രെയിനുകളുണ്ട്. എറണാകുളം ഇന്റർസിറ്റിയും കോട്ടയം ഇന്റർസിറ്റിയുമാണ് ഇപ്പോൾ പിടിച്ചിട്ടിരിക്കുന്ന എന്നൊരു വിവരമാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത്. എന്തായാലും നേരത്തെ പ്രജിൻ സൂചിപ്പിച്ചത് ഈ മണ്ണിടിഞ്ഞ സ്ഥലം അത് മുള്ളൂർക്കരയ്ക്കും വടക്കാഞ്ചേരിക്കും ഇടയിൽ ഉള്ള പ്രദേശമാണ്. റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപത്താണ്. സമാനമായ രീതിയിൽ മുൻപും ഇവിടെ മണ്ണിടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന ട്രാക്കിലേക്കാണ് മണ്ണിടിഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 2 ട്രെയിനുകൾ മാത്രമല്ല, പുറകെ വരുന്ന മറ്റു പല ട്രെയിനുകളും വൈകാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. നിരവധി യാത്രക്കാരൊക്കെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ തന്നെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട് എന്നാണ് വിവരം. ഏതാണ്ട് ഒരു മണിക്കൂർ നേരം കൊണ്ട് തന്നെ ഈ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട മണ്ണെല്ലാം നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് റെയിൽവേ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ജീവനക്കാർ അവിടെ ആ പ്രദേശത്ത് ഉണ്ട്. എന്തായാലും അങ്ങനെ മണ്ണ് നീക്കിയാലും ഈ നിലവിൽ പിടിച്ചിട്ട ട്രെയിനുകൾ മുൻപിൽ പോകുമ്പോൾ ഏതാണ്ട് പല ട്രെയിനുകളും വൈകാനുള്ള സാധ്യതയുണ്ട്. ഇനി പാലക്കാട് ഭാഗത്തു നിന്ന് പോകാനുള്ള അമൃത എക്സ്പ്രസ് അടക്കമുള്ള ട്രെയിനുകൾ ഈ ട്രാക്കിലൂടെയാണ് കടന്നു പോകേണ്ടത്. തിരുവനന്തപുരത്തേക്കുള്ള തിരുവനന്തപുരം അമൃത എക്സ്പ്രസ് അടക്കമുള്ള ട്രെയിനുകളുണ്ട്. രാത്രി വീണ്ടും മുംബൈയിൽ നിന്ന് വരുന്ന തിരുവനന്തപുരത്തേക്ക് വരുന്ന ട്രെയിനുകളുണ്ട്. ഇതെല്ലാം തന്നെ ഒരുപക്ഷെ വൈകാനുള്ളൊരു സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. എന്തായാലും തീവ്രമായ ശ്രമം നടക്കുകയാണ് ഈ മണ്ണ് എത്രയും പെട്ടെന്ന് മാറ്റാനെന്നൊരു വിവരമാണ് റെയിൽവേ പ്രാഥമികമായി നൽകുന്നത്. കോഴിക്കോട് ഭാഗത്തു നിന്നും നിരവധി ട്രെയിനുകൾ കടന്നു വരാനുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ ജോലികൾ നടക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ നിലവിലൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ ഏതാണ്ട് 1 മണിക്കൂർ നേരത്തിനകം തന്നെ ഇത് മാറ്റി ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത്. ട്രെയിനുകൾ വൈകാൻ തന്നെയാണ് സാധ്യത. ശ്രീകുമാറിനാണ് പാലക്കാട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.